നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും തടസ്സമാണ്. എന്തെടുത്താലും ഏതെടുത്താലും എവിടെ തൊട്ടാലും കാര്യവിഘ്നങ്ങളാണ്. ഒരു കാര്യം ചെയ്താലും അതിലൊന്നും വിജയിക്കുന്നില്ല. വല്ലാത്ത ദുരിതവും കഷ്ടപ്പാടുമാണ്. ജാതകത്തിൽ കേതുവിൻ്റെ അനിഷ്ടഭാവം ഈ പറയുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കാം. ശുക്രന്റെ രാശിഭാവങ്ങൾ, കുലദേവത, പരദേവത ഇവരെയൊക്കെ ആരാധനകൾ മുടക്കം വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു കുടുംബക്ഷേത്രത്തിലെ പൂജാ വഴിപാടുകളൊന്നും നമ്മൾ പങ്കെടുക്കാതിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്താലും അവിടെയൊക്കെ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുടുംബ പരദേവതകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകളൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകളൊക്കെ ചെയ്യാം. നമ്മുടെ കുടുംബ പരദേവതകളുടെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ മുടക്കം വരാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്താനായിട്ട് ശ്രമിക്കാം. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാവിധി നമ്മളെ കൊണ്ടാകുന്ന കറുകവ മാലയോ അങ്ങനെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു രക്ഷായന്ത്രം ഏത് ദശാകാലമാണ്, ദശാകാലത്തിൽ നമുക്ക് ഏതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദശകൾ, അതൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷായന്ത്രവും കൂടെ കവചമായിട്ട് എഴുതി ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ ഏതിനും ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ, ഇപ്പൊ ജാതകത്തിൽ കുജൻ ലഗ്നത്തിലാണെങ്കിൽ ഒരു കുജയന്ത്രം മസ്റ്റായിട്ട് നിങ്ങൾ ധരിക്കണം. ഇനി ആ കുജൻ യുഗ്മാണോ ഓജരാശിയാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയിട്ടൊരു നിർബന്ധമായിട്ടൊരു രക്ഷായന്ത്രം കവചമായിട്ട് ധരിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ എന്തിനും ഏതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഉയർച്ച കൈവരുന്നതാണ്.